ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ കുഞ്ഞൊരു വീഡിയോ കേട്ടോ. അപ്പം നമ്മുടെ കൂവക്കിഴങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതാ ഈ കാണുന്ന ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭാഗത്തൊക്കെ കൂവയായിരുന്നു, കൂവ കൃഷിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പറിച്ചിരിക്കുക കേട്ടോ. ഇപ്പോൾ തിരുവാതിരയുടെ സമയമായി. അപ്പോൾ കൂവക്കിഴങ്ങ് കടകൾക്കൊക്കെ ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ ഒക്കെ പറിച്ചു കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ പറിച്ച ഭാഗം കേട്ടോ കാണുന്നത്. ഇതതിൻ്റെ തലപ്പത്തായാലും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുത്തി കൂട്ടിയിരിക്കുക കേട്ടോ. ഈ ഒരു വേരുള്ള ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇനി ഇതങ്ങനെ അടുത്തോളത്തേക്ക് നമ്മളിത് മണ്ണിൽ കുഴിച്ചിടുക കേട്ടോ ചെയ്യുക. ഇതേപോലെ ചിങ്ങി ഏരി ആക്കിയിട്ട് കണ്ടിങ്ങനെ ഇവിടെ ഏരി, ഇതേപോലെ ഒരു ഏരി, അങ്ങനെ ഏരി ആയിട്ട് ഇനി അടുത്തോളത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ചെയ്യുക. അതൊക്കെ അങ്ങനെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതിൻ്റെ തലപ്പ് ഭാഗം അങ്ങനെ വെട്ടി കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ പറിച്ചു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പറിക്കാണ്ട് കേട്ടോ കൂവ. ഇനി ഇപ്പോൾ പറിച്ചിട്ട് അങ്ങനെ കടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പറിക്കിട്ടോ. കണ്ടോ, ഇനി ഇതൊക്കെ പറിക്കാനാണ്. പ്രാവശ്യം കിഴങ്ങ് മോശമില്ല, എന്നാലും ഇടയിൽ മഴ കാരണം 100 കമ്മിയാന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ. അതെന്താണെന്ന് വെച്ചിട്ടറിയില്ല. നല്ല വണ്ണം അങ്ങോട്ട് ഇല്ല കേട്ടോ. നീളത്തിലുണ്ട് കിഴങ്ങ് പോയിരിക്കുകയാണ്. ആ അറ്റം വരെ കിട്ടും. ആ അറ്റം കൊണ്ട് സാരി കെട്ടിയിട്ടാണില്ലേ, നമ്മുടെ പന്നി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ കാട്ടുതൃത്താവ് തുളസിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തെയ്യുണ്ട്. അപ്പോൾ ഞാൻ ഇത് പെറുക്കണതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കൂവക്കിഴങ്ങ് അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പെറുക്കി കേട്ടോ. വെയിലാവണതിന് മുന്നേ രാവിലെ ഇപ്പോൾ സമയത്ത് 8 മണി കേട്ടോ. ആ സമയത്ത് അട്ടച്ചും പറിച്ചെടുക്കണത്. എന്താ വെച്ചാൽ വെയിലായിക്കഴിഞ്ഞാൽ നല്ലോണം ആ ഭാഗത്തേക്ക് നല്ല വെയിലാവില്ല. അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ പോയിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പറിച്ചെടുത്തത്. അപ്പോൾ പറിച്ചെടുത്തത് മുഴുവനായിട്ടും കടയിൽ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഇവിടുത്തെ ഇറങ്ങിയ ഒട്ടും പറ്റാത്ത കിഴങ്ങുണ്ടാവില്ലേ, ചെറിയ കിഴങ്ങൊക്കെ, അതൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങളിവിടെ അത് ഇടിച്ച് പിഴിഞ്ഞിട്ട് കൂവന്നൂറുണ്ടാക്കുകട്ടോ ചെയ്യുക. ഇതൊക്കെ കടയിൽ നന്നായിട്ട് തിരഞ്ഞിട്ട് നല്ല വണ്ണുള്ള കിഴങ്ങ് നോക്കിയിട്ടാണ് കടയിൽ കൊടുക്കും. കടയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് 2-3 വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ തിരഞ്ഞ് ബാക്കി വെച്ചതാണ് കേട്ടോ. ഇതാണ് കടയിൽ കൊണ്ടുപോയി നമ്മൾ തിരഞ്ഞിട്ട് ഇതാ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പറിക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോ കാണാം.